हम हमारे नेताओं के घर बढ़ने के लिए पॉलिटिक्स में नहीं है, ना हमारी केडर को मजबूत करने के पॉलिटिक्स में है। हम पॉलिटिक्स में है तो भारत माता को विश्व के सबसे ऊंचे स्थान पर बिठाने के लिए നമ്മൾ രാഷ്ട്രീയത്തിലുള്ളത് നേതാക്കന്മാരുടെ വീടുകൾ നിർമ്മിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ കാര്യകർത്താക്കൾക്ക് അവരെ നന്നാക്കാനോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയൊന്നുമല്ല. നമ്മുടെ രാഷ്ട്രീയത്തിൽ വന്നത് നമ്മുടെ രാഷ്ട്രമായിട്ടുള്ള ഭാരത് മാതാവിനെ ലോകത്തെ ഏറ്റവും മുന്നിൽ നിർത്താനുള്ള രാഷ്ട്രമാക്കി മാറ്റാൻ വേണ്ടിയാണ് നമ്മുടെ രാഷ്ട്രീയത്തിലുള്ളത്. भाइयों बहनों, दोनों पार्टियां तुष्टीकरण करती। जब प्रधानमंत्री नरेंद्र मोदी जी के नेतृत्व में दिल्ली की सरकार ने PFI पर बैन लगाया, दोनों पार्टियां इसका विरोध कर रही हैं। രണ്ട് പാർട്ടീസും പ്രിയ രാഷ്ട്രത്തിന്റെ മുഖമുദ്രയാണ്. പ്രൈം മിനിസ്റ്റർ മോദി ഡൽഹിയിൽ വെച്ചിട്ട് PFI ബാൻ ചെയ്തപ്പോൾ ഇവർ രണ്ടുപേരും എതിർത്തു. मुझे बताओ, PFI पर बैन लगाना चाहिए या नहीं लगाना चाहिए? എന്നോട് പറയൂ, PFI നമ്മൾ ബാൻ ചെയ്യണോ വേണ്ടയോ? जरा जोर से बोलो, PFI पर बैन लगाना चाहिए या नहीं लगाना चाहिए? ഉച്ചസ്ഥലത്ത് പറയും, PFI ബാൻ വേണോ വേണ്ടയോ? ये लोग इसका विरोध, कोई जमात इस्लामी के साथ निकला है, कोई SDPI के साथ निकला है। इनके शासन में केरलम सुरक्षित नहीं रह सकता। ഇവര് ചിലര് ജമാഅത്തെ ഇസ്ലാമിയുടെ കൂടാണ്, ചിലര് SDPIയുടെ കൂടാണ്. ഈ ഭരണത്തിൽ കേരളം ഒട്ടും സുരക്ഷിതരല്ല. भाइयों बहनों, जब हम वक़्फ़ अमेंडमेंट बिल लेकर आए, ये दोनों ने विरोध किया। നമ്മൾ വഖഫ് ഭേദഗതി കൊണ്ടുവന്നപ്പോൾ ഈ രണ്ട് പാർട്ടിയും അത് എതിർത്തു. और जब एर्नाकुलम में 600 क्रिश्चियन और हिंदू परिवारों की भूमि, 400 एकड़ भूमि वक़्फ़ ने ले ली, ये दोनों के मुंह पे ताले लगे। എറണാകുളത്ത് ഗുണപത്രത്തില് 600 ക്രിസ്ത്യനും ഹിന്ദുക്കളായിട്ടുള്ള കുടുംബങ്ങള് 400 ഏക്കർ വരുന്ന ഭൂമി അവരെ കയ്യിൽ നിന്ന് പോകും എന്നുള്ള രീതിയിലേക്ക് വന്നപ്പോൾ ഈ രണ്ടുപേര് അവർ ഒരക്ഷരം കിട്ടിയില്ല. ये दोनों तुष्टीकरण के अंदर विश्व में नंबर 1। പ്രിയ രാഷ്ട്രത്തിൽ ഇവർ രണ്ടുപേരും ലോകത്തിന്റെ നമ്പർ 1 ആണ്. हमारी पार्टी का सिद्धांत है अपीसमेंट टू नन, जस्टिस टू ऑल। നമ്മുടെ പാർട്ടിയുടെ സിദ്ധാന്തമാണ് പ്രിയ രാഷ്ട്രം ആർക്കുമില്ല, എല്ലാവർക്കും നീതി. और भाइयों बहनों, मुझे तो आश्चर्य हो रहा है कि केरलम में एक दूसरे के खिलाफ लड़ रहे हैं और देश भर में कांग्रेस और कम्युनिस्ट पार्टी इलू इलू करती है। എനിക്ക് വളരെ അതിശയമാണ് തോന്നുന്നത്. ഭാരതത്തിലെ മറ്റെല്ലാ സ്ഥലത്തും അവര് ഒരു ഒറ്റക്കെട്ടാണ്. പക്ഷെ കേരളത്തിൽ വരുമ്പോൾ അവര് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണം കാണിക്കുന്നു. രാജ്യത്തിന്റെ മറ്റെല്ലാ സ്ഥലത്തും അവർ ഈലു ഐ ലവ് യു എന്ന് പറഞ്ഞാണ് നടക്കുന്നത്. भाइयों बहनों, ये दोनों एक है, उसका सबूत है सबरीमाला के सोने की चोरी। ഇത് രണ്ടുപേരും ഒന്നാണ് എന്നതിന്റെ ഉദാഹരണമാണ് ശബരിമലയുടെ സ്വർണ്ണക്കള്ളക്കടത്ത്. लैब के समय में लूटा गया और कांग्रेस के लोगों ने इसको बेचने का काम किया। ഇടതുപക്ഷം സമയത്ത് ഈ കള്ളത്തരം ചെയ്തു, കോൺഗ്രസ് അത് വിൽക്കാൻ അവരെ സഹായിച്ചു. मैं आप दोनों को कहकर जाता हूं, आपका समय हुआ है समाप्त। एनडीए की सरकार आएगी, छोड़ने वाले भी जेल में जाएंगे और बेचने वाले भी जेल में। എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ സമയം കഴിഞ്ഞിരിക്കുന്നു. ഈ സ്വർണം മോഷ്ടിച്ചതും ചെയ്യിപ്പോ, അത് വിൽക്കാൻ സാധിച്ചതും ചെയ്യിപ്പോ. भाइयों बहनों, मोदी जी ने केरला के इंफ्रास्ट्रक्चर के डेवलपमेंट के लिए ढेर सारे काम किए। മോദിജി സർക്കാർ കേരളത്തിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിൽ ധാരാളം പദ്ധതികൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. केरल के रेलवे बजट में कांग्रेस के समय से 10 गुना वृद्धि हुई। കേരളത്തിൽ നമ്മുടെ റെയിൽവേസിന്റെ കാര്യം പറയുകയാണെങ്കിൽ UPA സർക്കാർ കോൺഗ്രസ്
കോൺഗ്രസ് സർക്കാരിനെ കാട്ടി 10 ഇരട്ടി കൂടുതലാണ് മോദി സർക്കാർ വന്നിട്ടുള്ളത്. मोदी जी ने केरल को वंदे भारत ट्रेन ली थी 23 में, 2023 में आज 6 वंदे भारत ट्रेनें चल रही है। പ്രൈം മിനിസ്റ്റർ മോദിജി വന്ദേ ഭാരത് 2023 നമുക്ക് കിട്ടി. ഇന്ന് നമ്മുടെ കേരളത്തിൽ 6 വന്ദേ ഭാരത് ട്രെയിനുകളാണ് ഓടുന്നത്. भारतमाला परियोजना में 57,160 करोड़ का हाईवे नेटवर्क बनाया गया। ഭാരത്മാല പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ 57,160 കോടി രൂപയുടെ റോഡുകളാണ് അത്രയും റോഡുകളാണ് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. केरल में 100% रेलवे लाइन का इलेक्ट्रिफिकेशन हो चुका है। കേരളത്തിൽ 100% റെയിൽവേസിന്റെ വൈദ്യുതീകരണം കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. देश का पहला वाटर मेट्रो केरल के कोच्चि में बन रहा है। രാജ്യത്ത് തന്നെ ഏറ്റവും ആദ്യത്തെ വാട്ടർ മെട്രോ കൊച്ചിയിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. देश का पहला डेडिकेटेड कंटेनर ट्रांसशिपमेंट पोर्ट केरल में बन चुका है। രാജ്യത്തിന്റെ ഏറ്റവും ആദ്യത്തെ കണ്ടെയ്നർ ട്രാൻസ്പോർട്ട് പോർട്ട് അത് ഓൾറെഡി കേരളത്തിൽ നിർമ്മിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. देश का पहला डिजिटल साइंस पार्क केरल में बन चुका है। രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പ്ലാന്റ് അത് ഓൾറെഡി കേരളത്തിൽ നിർമ്മിച്ചു കഴിഞ്ഞിരിക്കുന്നു. और देश की पहली कंप्लीटली डेवलप प्योर सी प्रिपेयर इकोसिस्टम भी केरल में ही बन रही है। देश की पहली प्योर सी प्रिपेयर इकोसिस्टम केरल में बन रही है। രാജ്യത്ത് തന്നെ നമ്മുടെ ഷിപ്പ് നിർമ്മാണം അത് റിപ്പയർ നടത്തുന്നു അതും കേരളത്തിൽ ഓൾറെഡി നിർമ്മിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. भाइयों बहनों, अभी अभी राहुल बाबा आए थे केरल में। मैं केरल की जनता की ओर से राहुल बाबा को पूछना चाहता हूं, आपके 10 साल में केरल के लिए आपने क्या किया, इसका अकाउंट जरा केरल की जनता को देकर जाइए। ഇപ്പോൾ അടുത്ത കാലത്ത് ഇവിടെ ശ്രീ രാഹുൽ ഗാന്ധി വന്നിരുന്നു. എനിക്ക് അദ്ദേഹത്തിന് ചോദിക്കാനുള്ളത്, നിങ്ങൾ 10 വർഷമായിട്ട് ഭരിച്ചിട്ട് കേരളത്തിന് എന്താണ് കൊടുത്തിട്ടുള്ളത്, അതിന്റെ ഒരു അക്കൗണ്ട് നിങ്ങൾ കേരള ജനതയ്ക്ക് പറയുമെന്നാണ് എനിക്ക് പറയാൻ